ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളിൽ ഒന്നാണ് തെറ്റായ രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ്. അതായത് ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്യുന്ന അവസരത്തിൽ ഇവർ തേർഡ് ഗിയർ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് കൂടുതലായിട്ട് ക്ലച്ചും താങ്ങി ആക്സലേഷൻ ചെയ്തായിരിക്കും വണ്ടി എടുക്കുക. അതുമാത്രമല്ല സെക്കൻഡ് ഗിയർ സെലക്ട് ചെയ്യുന്ന അവസരത്തിൽ ഇവർ നേരെ ഫോർത്ത് ഗിയർ സെലക്ട് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ വണ്ടി നിന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോണത് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ സെലക്ഷൻ എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും M4 ഓട്ടോടെക്കിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തിനാണ് ഗിയറുകൾ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് വാഹനത്തിൻ്റെ എൻജിൻ്റെ ടോർക്കിന് വേരിയേഷൻ വരുത്തുന്നതിന് വേണ്ടിയാണ് വാഹനങ്ങളിൽ ഗിയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഗിയർ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത് മാനുവൽ ഗിയർ ബോക്സുകളിൽ. ഏതൊരു വണ്ടിയുടെയും ഗിയർ ലിവറിന് മുകളിലായിട്ട് ഗിയർ പൊസിഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ, നേരെ ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ, ഇനി സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ആക്കി കഴിഞ്ഞാൽ തേർഡ് ഗിയർ, വീണ്ടും സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഫോർത്ത്, സൈഡ് വൈസ് ചലിച്ച് ഫ്രണ്ടിലോട്ട് ആക്കിയാൽ ടോപ്പും ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചില വാഹനങ്ങളിൽ റിവേഴ്സ് ഗിയർ സെലക്ട് ചെയ്യുന്നതിന് ചെറിയ വ്യത്യാസങ്ങൾ കാണും. ചിലതിൻ്റെ ഗിയർ ലിവറിന് അടിയിലായിട്ടൊരു ക്ലിപ്പ് പോലെ വന്നിട്ട് അത് മേളിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഗിയർ സെലക്ട് ചെയ്യുന്ന പൊസിഷൻ, അങ്ങനെയുള്ള ഗിയർ ലിവറുകളുണ്ട്. അതുകൂടാതെ തന്നെ നേരെ ഗിയർ ലിവർ താഴത്തോട്ട് പുഷ് ചെയ്ത് ഗിയർ സെലക്ട് ചെയ്യും, റിവേഴ്സ് ഗിയർ സെലക്ട് ചെയ്യുന്ന ഗിയർ ലിവറുകളുമുണ്ട്. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഫോർവേഡ് ഗിയർ എല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാ വണ്ടികളിലും സെയിം ആയിരിക്കും. അപ്പം ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഗിയർ സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് മുന്നിലോട്ട് ആക്കണമെന്ന് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വണ്ടി കയറുമ്പം വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ ഗിയർ ന്യൂട്രലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില വണ്ടികളിൽ ഗിയറിൽ കിടന്നാലും പ്ലേ കാണും, ഇങ്ങനെ ഗിയർ ലിവറിന് പ്ലേ കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവരും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടായിരിക്കും നോക്കുന്നത്, അത് ന്യൂട്രൽ പൊസിഷനാണെന്ന് ഉറപ്പ് വരുത്തുന്നത്. അപ്പം ചില വണ്ടികളിൽ ഗിയർ കിടന്നാലും ഈ ബുഷൊക്കെ തേയ്മാനം വന്നിട്ട് ഗിയറിൽ കിടന്നാലും ഇങ്ങനത്തെ പ്ലേ കാണും. അപ്പോൾ നമ്മൾ പ്ലേ ഉണ്ടെന്ന് ഓർത്ത് വണ്ടി സ്റ്റാർട്ടാക്കും, വണ്ടി ഗിയറിൽ കിടക്കുവാണെങ്കിൽ വണ്ടി ഫ്രണ്ടിലേക്ക് ചാടും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ ഒന്ന് ഗിയർ ഇടുന്നതിന് മുമ്പേ, ഗിയർ വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പേ ഒരു ഗിയർ സെലക്ട് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് സ്ലൈഡ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് കറക്റ്റ് ന്യൂട്രലാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ടായി, ഇനി നമുക്ക് ഗിയർ സെലക്ട് ചെയ്ത് നടക്കാം. ഇപ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയാൽ മാത്രമേ ഗിയർ സെലക്ട് ആകത്തുള്ളൂ. ക്ലച്ച് ചവിട്ടി അതിനുശേഷം നമ്മൾ ഗിയർ ഇങ്ങനെയാണ് ഈ കൈപ്പത്തിയുടെ ഉള്ളിൽ ഈ സൈഡിൽ ഗിയറിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കണം കൈപ്പത്തിയുടെ ഉള്ളിലിരിക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് മുന്നിലേക്ക് ആക്കണം. ഫസ്റ്റായി. ഇനി നമുക്ക് നേരെ ഇതേപോലെ തന്നെ നേരെ ന്യൂട്രലായി. ഇനി നേരെ ബാക്കിലോട്ടാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറായി. വീണ്ടും ഇതേപോലെ തന്നെ നേരെ ഫ്രണ്ടിലോട്ടാക്കുവാണെങ്കിൽ ന്യൂട്രലായി. വീണ്ടും ഫ്രണ്ടിലോട്ടാക്കുവാണെങ്കിൽ അത് തേർഡ് ഗിയറായി. അതേപോലെ തന്നെ ഇങ്ങനെ കൈ കൊണ്ടുവന്നിട്ട് നേരെ റൂട്ടിൽ നേരെ ബാക്കിലോട്ട് ഫോർത്ത് ഗിയർ. വീണ്ടും ഇതേപോലെ കൈ പൊസിഷൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് നേരെ ഇങ്ങനെ കൈ പത്തിയുടെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ട്, അതാണ് ടോപ്പ് ഗിയർ. എന്നിട്ട് നമുക്ക് റിവേഴ്സ് സെലക്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ബാക്കിലോട്ട് ആക്കുന്നതാണ് റിവേഴ്സ്. അപ്പം ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്നിട്ട് നേരെ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് നേരെ ഫസ്റ്റ്, അതേപോലെ നേരെ ബാക്കിലോട്ട് സെക്കൻഡ്, വീണ്ടും ന്യൂട്രലായി ഇങ്ങോട്ടാക്കുന്ന തേർഡ്, വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നതാണ് ഫോർത്ത്, വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതാണ് ടോപ്പ് ഗിയർ. ഫസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ കൈ വെക്കുക, ഇങ്ങനെ കൈ വെച്ച് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ടാക്കുന്നതാണ് ഫസ്റ്റ് ഗിയർ. ഇനി നേരെ ബാക്കിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ സെക്കൻഡ് ഗിയർ. ഇനി നമുക്കൊന്ന് ഫോർത്ത് ഗിയറിൽ കിടന്നിട്ട് നേരെ സെക്കൻഡ് ഗിയറിലേക്ക് ആക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ സ്ലൈഡ് ചെയ്ത് നേരെ ബാക്കിലോട്ട് എടുക്കുക.
ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.